റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തതിന്റെ സന്തോഷത്തിലാണ് പാലക്കാട് കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും വിദ്യാർത്ഥികൾ ജനം ടിവിയുമായി പങ്കുവച്ചു. എസ് നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് കൊപ്പം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ചില വിദ്യാർത്ഥികൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇന്ന് ഈ പരേഡ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കണ്ട് അവരാകെ ത്രില്ലാണ്. അവരോട് തന്നെ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു എന്താണ് അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്നുള്ളത്. എന്തായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഡൽഹി കാണാൻ എത്തുന്നത്? എന്തായിരുന്നു ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തപ്പോഴുണ്ടായ ഒരു അനുഭവം? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിക്ക് വരുന്നത് തന്നെ. ആദ്യമായിട്ട് ഞങ്ങൾ റിപ്പബ്ലിക് ഡേ ഒക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമായി. എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ പറ്റുന്നതിനെ തോന്നിയില്ല പരേഡ് കാണാൻ. ഞങ്ങൾക്ക് പരേഡ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഏതായാലും വിദ്യാർത്ഥികളൊക്കെ വളരെ ത്രില്ലിലാണെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ ആഘോഷത്തിൽ ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പരേഡ് കണ്ടു അല്ലേ, എയർ ഷോ കണ്ടു. എന്താണ് കൂടുതൽ ഏറ്റവും നിങ്ങൾക്ക് ആകർഷണീയമായി തോന്നി? എന്താണ്? എയർ ഷോ തന്നെയാണ് ഏറ്റവും അതായത് പരേഡിൻ്റെ ഹൈലൈറ്റ് പറയുന്നത് തന്നെ അതാണ്. ഞങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. ആ എക്സൈറ്റ്മെൻറ്റ് വളരെയധികം നല്ല രീതിയിൽ തന്നെ പരേഡ് ഞങ്ങൾ കണ്ടു. ഒരുപാട് സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. പ്രാവശ്യം നാരീശക്തി എന്ന ആശയത്തിലൂന്നിയായിരുന്നു റിപ്പബ്ലിക് ദിന ആഘോഷം നടന്നത് അല്ലേ? സ്ത്രീകൾക്കും എല്ലാം ചെയ്യാൻ പറ്റും, പുരുഷന്മാരെ പോലെ തന്നെയാണ്, രണ്ടുപേരും ഈക്വൽ ആണ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ മുന്നിൽ നിർത്തുന്നത്. പ്രധാനമന്ത്രിയെ കണ്ടോ? കണ്ടു. എന്തു തോന്നി? നന്നായിട്ട് ഒരു പ്രൗഡ് തോന്നി. ഇത് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ട്, അപ്പോൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം പോലെ തോന്നി. സാർ, എങ്ങനെയാണ് ഇതിലേക്ക് ഈ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത്? ഈ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് ഈ വർഷം ഏറ്റെടുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിഫൻസ് മിനിസ്ട്രിക്ക് ആദ്യമായിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയും ആ റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്ക് നമ്മൾ നടത്തുകയും അതിനനുസരിച്ച് സ്കൂളിൽ നിന്നിലേക്ക് അതിൻ്റെ പെർമിഷൻ ലെറ്റർ കിട്ടുകയും നമുക്ക് പെർമിഷൻ കിട്ടിയതിനനുസരിച്ച് നമ്മൾ ഈ കുട്ടികളെ സെലക്ട് ചെയ്തു. അതിൽ JRC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾക്ക് പ്രത്യേകമായ പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ തിരഞ്ഞെടുത്തു. അതിൽ ധാരാളം കുട്ടികളിൽ നിന്നും ഏകദേശം 20ഓളം കുട്ടികളെയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ തിരഞ്ഞെടുത്ത കുട്ടികളെ മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് സ്കൂളുകൾക്കും ഇത് അനുകരിക്കാവുന്നതാണ്. അതായത് അടുത്ത റിപ്പബ്ലിക് ദിനത്തിൽ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇതേപോലെ തന്നെ അവർക്കും അവസരം ഒരുക്കാൻ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കൊപ്പം സ്കൂളിലെ അധ്യാപകൻ ചൂണ്ടിക്കാണിച്ചത്. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ, ജനം.